സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ജില്ലാതല യോഗത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ, വിവിധ മേഖലകളിൽപ്പെട്ടവർ ആ സംവാദത്തിൽ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷീജ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് സംസ്ഥാനം നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ച് ഏറ്റവും അഭിമാനത്തോടെ സംസാരിച്ചുകൊണ്ടാണ് ആ യോഗത്തിൽ സംസാരിച്ചത്. അതിനു മുൻപ് 2 LDF സർക്കാരുകൾ അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ എന്താണ്? ഇനി നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്താണ്? അങ്ങനെ സമഗ്രമായി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആമുഖമായി സംസാരിച്ചു. ഇപ്പോൾ ആ സംവാദം ആരംഭിച്ചോ? തീർച്ചയായും മനു, ഇപ്പോഴേതായാലും സംവാദ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് മാധ്യമങ്ങൾക്ക് അകത്ത് നിൽക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. മുഖ്യമന്ത്രി അവരോട് കൃത്യമായ രീതിയിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കുവാനുള്ള ഒരു സമയമാണ്. അത് മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം തന്നെ നോട്ട് ചെയ്ത് അതിന് ഏറ്റവും ഒടുവിൽ 12:30-ക്ക് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗമുണ്ടാകും. ഓരോ വിഷയത്തിലും ഓരോ മേഖലയിൽ നിന്നും ഓരോ വ്യക്തിത്വങ്ങളാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും പറയുവാനുള്ള കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. സർക്കാരിനോടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അടക്കം അവർക്ക് സമർപ്പിക്കാവുന്നതാണ്. ആ കാര്യങ്ങൾ അവർ പറയുമ്പോൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി രേഖപ്പെടുത്തി അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകുക. ഏതായാലും ആമുഖമായി തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ സൂചിപ്പിച്ചു. എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? എല്ലാ മേഖലയിലും ഒരു സ്തംഭനാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്തംഭനാവസ്ഥയിൽ നിന്നാണ് ഒന്നേന്ന് കാര്യങ്ങൾ തുടങ്ങിയത് കേരളത്തിൽ എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അതിനൊപ്പം തന്നെ ഇവിടെ ഒന്നും സാധ്യമാകില്ല എന്ന് പറഞ്ഞിരുന്നവർ തന്നെ മാറിയ ഒരു സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഏത് രീതിയിലാണ് കേരളം മാറിയത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. അത് ഒരു മേഖലയല്ല, സർവ്വതല സ്പർശിയായിട്ടുള്ള മാറ്റമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത്, ഇടതു സർക്കാർ ലക്ഷ്യമിട്ടത്. ആ രീതിയിൽ തന്നെയാണ് ഇടതു സർക്കാരിന്റെ പ്രവർത്തനം നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2016-ൽ നിന്ന് ആദ്യ പിണറായി സർക്കാരിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അന്ന് പ്രകടന പത്രികയിൽ 600ഓളം കാര്യങ്ങൾ പറഞ്ഞിരുന്നതിൽ കേവലം വിരലിലെണ്ണാവുന്നവ മാത്രമാണ് നടപ്പാക്കാൻ സാധിക്കാതെ പോയത്. പക്ഷേ അതിനുശേഷം 2ാം പിണറായി സർക്കാർ വരുമ്പോഴും കൃത്യമായ രീതിയിൽ പ്രകടന പത്രിക വെച്ചു. അതിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ അത് ഓരോ വർഷവും, അത് 2016-ൽ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ വരുത്തിയ ഒരു ഇടതുപക്ഷത്തിന്റെ മാറ്റം തന്നെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും വിലയിരുത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് തുടരുന്നത്. ഇന്നും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് വൈകിട്ടത്തെ പൊതുസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഓരോ മേഖലയിലും തെറ്റായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു. കാരണം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ പ്രചരണങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള പ്രചരണങ്ങൾ അദ്ദേഹം അക്കമിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. കേരളം കടക്കെണിയിലാണ്, കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രയാസമാണ് എന്നുള്ള വലിയ തോതിലുള്ള പ്രചരണം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഒരു വിഭാഗം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. പക്ഷേ അവിടെയും സർക്കാരിൻ്റെതായിട്ടുള്ള വസ്തുതകൾ പറഞ്ഞാണ് മുന്നോട്ട് പോയത്. കേരളം കടത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കടം കുറവാണ്. ആഭ്യന്തര വരുമാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിൽ കടം കുറവാണ് എന്നുള്ളത് കണക്കുകൾ സഹിതമാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തളരാതെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ വലിയ രീതിയിൽ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള വികസനവും മാറ്റവും എല്ലാം കേരളത്തിൽ സാധ്യമായിരിക്കുന്നത്. പക്ഷേ അവിടെയും നിർത്തുന്നില്ല. ഇനിയും സർക്കാരിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും നടത്തി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ആമുഖമായി സൂചിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിനു ശേഷം ഇപ്പോൾ സംവാദ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വ്യക്തികളും അവരുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. മനു.